ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ബൂസ്റ്റ് വെച്ചിട്ട് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാല് 1 ലിറ്റർ പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചൈന ഗ്രാസാണ്. ചൈന ഗ്രാസ് ഞാനിവിടെ ഒരു 8 ഗ്രാമോളം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് മറ്റേ അടുപ്പിൽ ഒന്ന് മെൽട്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിന്. ഇനി ഈ പാലിലോട്ടേക്ക് ബൂസ്റ്റ് പൗഡർ ചേർത്ത് കൊടുക്കാം. 5 രൂപേൻ്റെ 2 പാക്കറ്റ് ബൂസ്റ്റ് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. ഒരു അടിപൊളി പുഡിങ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ബൂസ്റ്റ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന്, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. ഇനി ഇതിലോട്ടേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 5 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതിൽ എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പാലൊന്ന് തിളക്കുന്ന സമയത്ത് തന്നെ ചൈന ഗ്രാസ് ഒന്ന് തിളക്കുന്നുണ്ടായിരുന്നു, അത് ഒന്നിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിതുപോലെ ചേർത്ത് കൊടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഒരു കടിക്കലുണ്ടാവും, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ തിളപ്പിച്ച് അത് ഇതിലേക്ക് ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പുഡിംഗ് ട്രേയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഇതുപോലുള്ള 3 പാത്രങ്ങളിലാണ് സെറ്റാക്കി എടുക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറിയ ശേഷം ഒന്ന് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നല്ലതുപോലെ സെറ്റായ ശേഷം ഡെക്കറേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ വെക്കണം തോന്നിയത് കൊണ്ട് അങ്ങനെ ചെറുതായി ഒന്ന് സെറ്റായി വരുമ്പോൾ തന്നെ ബൂസ്റ്റ് പൗഡർ അരിപ്പയിൽ വെച്ച് അരിച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുകയാണ്. ഓരോൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് വിധത്തിലാണ് ഡെക്കറേഷൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലെ 3 പാത്രത്തിലോട്ടേക്കും ഇതുപോലെ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. പെട്ടെന്ന് സെറ്റായി വരും, 1 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി വരും. പക്ഷേ നല്ല തണുത്തിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ തണുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് വരാം, മാറ്റി സെറ്റാക്കി എടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. 1 മണിക്കൂറാകുമ്പോൾ തന്നെ സെറ്റായിട്ടുണ്ടായിന്. പിന്നെ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണിത്. നിങ്ങൾക്ക് ചൈന ഗ്രാസ് 8 ഗ്രാം ചേർത്തത് കൊണ്ട് കട്ടാക്കിയിട്ട് തന്നെ എടുക്കാൻ പറ്റും. അഥവാ ക്രീമി പരുവത്തിലാണ് വേണ്ടതെങ്കിൽ ചൈന ഗ്രാസ് കുറച്ചും കൂടി കുറച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രീമി പരുവത്തിലാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ കട്ടാക്കി എടുക്കേണ്ട പരുവത്തിൽ തന്നെയാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ പുഡിങ് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. എന്തായാലും ട്രൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.